നക്കിലി, നിനക്കുള്ള ഞാൻ പണ്ടേ തന്നു കഴിഞ്ഞു. തിരുമേനി, ഇനി എന്നെ തല്ലല്ലേ. ഇത് തനിക്ക് പണ്ടേ കിട്ടേണ്ടതായിരുന്നു. എന്റെ അച്ഛൻ അന്ന് ഇത് തന്നിരുന്നെങ്കിൽ താൻ എന്റെ കുടുംബം കട്ടുമുടിക്കില്ലായിരുന്നു. തിരുമേനി ക്ഷമിക്കണം, അവിടുത്തെ മകൻ കള്ളനല്ല, തെറ്റ് ഞങ്ങളുടേതാ. തല്ലരുത്, തല്ലരുത്. അയ്യോ, എന്റെ പോലെ തല്ലരുതെന്താ പറഞ്ഞത്? എന്നെ ഇവന്മാർ ഇവിടെ തല്ലി ചതച്ചപ്പോൾ ഇതിനേക്കാൾ ഉച്ചത്തിൽ എന്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരും നിലവിളിച്ചില്ലേ, പൊട്ടിക്കരഞ്ഞില്ലേ? കള്ളൻ കള്ളൻ എന്നിവന്മാർ എന്നെ കുറിച്ച് അലറിയപ്പോൾ നിങ്ങളുടെ നിലവിളികൾ ആരും കേട്ടില്ല. നാട്ടുകാരും പോലീസുകാരും കോടതി മുറി വരെയും ആ ശബ്ദം കേട്ടില്ല. എന്റെ അച്ഛന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ വരെ അതിന്റെ മാറ്റിൽ ചെന്നെത്തിയില്ലേ? ഇറങ്ങിപ്പോടാ കള്ള എന്ന അച്ഛൻ എന്നോട് പറഞ്ഞില്ലേ? അന്ന് ചങ്ക് പൊട്ടി ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടതാണ്, എന്റെ അച്ഛന്റെ മുന്നിൽ മാത്രമെങ്കിലും ഞാൻ കള്ളനല്ല എന്ന് തെളിയിക്കേണ്ട ഈ മുഹൂർത്തം.